മതസ്പർദ്ധയുടെ വിഷം തുപ്പി RSSന്റെ കേരളത്തിലെ മുഖപത്രമായ കേസരി. നുണകൾ കൂട്ടിവെച്ച് കേരളത്തിൽ വർഗീയ വിഷം കുത്തിവെക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ക്രിസ്ത്യാനികൾ ഇത്രയും മോശക്കാരായിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനയായ BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്തിനു വേണ്ടിയുള്ള പ്രഹസനമായിരുന്നു? ഒരു വശത്ത് അരമന കയറിയിറങ്ങി ക്രിസ്ത്യാനികളുടെ തോളിൽ കൈയിട്ട് വോട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ക്രിസ്ത്യാനികളെ മതപരിവർത്തകരെന്നും സംസ്കാരം നശിപ്പിച്ചവരെന്നും മുദ്രകുത്താൻ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? ഇന്ത്യ മുഴുവൻ പ്രതിഷേധിച്ച ഛത്തീസ്ഗഡിൽ നിരപരാധികളായ കന്യാസ്ത്രീകളെ അന്യായമായി തുറുങ്കിലടച്ച സംഭവത്തിൽ വരെ നിരപരാധികളെ കുറ്റം വിധിക്കുകയാണ് മുഖലേഖനം. ഭാരതത്തിൽ 2000 വർഷത്തിന്റെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതം പ്രേക്ഷിതവേലയും സുവിശേഷവൽക്കരണവും മതപരിവർത്തനത്തിനുള്ള ഉപകരണങ്ങളാക്കിയിരുന്നെങ്കിൽ ഇന്ത്യ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കി എന്നേ മാറ്റാമായിരുന്നുവെന്ന് മുഖലേഖനത്തിന്റെ സൃഷ്ടാവ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബിനു ഒന്ന് വെറുതെയെങ്കിലും കണക്കുകൂട്ടി നോക്കിയിരുന്നെങ്കിൽ അസംബന്ധം കുത്തിനിറച്ച ഈ ലേഖനം പുറത്തുവരില്ലായിരുന്നു. ഭാരതം ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റുകയാണ് ക്രിസ്ത്യാനികളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞയാൾക്ക് ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസികളുടെ ശതമാന കണക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് എടുത്തു നോക്കാമായിരുന്നു. 79.8% ഹിന്ദുക്കളും 14.2% ഇസ്ലാം മതസ്ഥരുമുണ്ടായിരിക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കണക്കിലെ 28,000-ലധികം പള്ളികളും 11,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 1000-ലേറെ കോളേജുകളും 10,000-ലധികം ഹോസ്റ്റലുകളുമുള്ള ക്രൈസ്തവരുടെ ശതമാനം വെറും 2.3%. ഇന്നേക്ക് ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് 85 നിഘണ്ടുക്കളും 116 വ്യാകരണ ഗ്രന്ഥങ്ങളും 45 പത്രങ്ങളും എന്നിവയെല്ലാം പുറത്തിറക്കി ഭാഷയുടെ വളർച്ചയ്ക്കും സാമൂഹിക നവോത്ഥാനത്തിനും ക്രൈസ്തവർ നേതൃത്വം നൽകിയത് മനഃപൂർവ്വം മറച്ചുവെച്ച് സമൂഹത്തിൽ ഭിന്നതയുടെയും വെറുപ്പിന്റെയും വിശേഷം പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ബിനുവിനെ പോലെയുള്ളവർ ഇനിയെങ്കിലും സ്വന്തം പ്രസ്ഥാനത്തിന്റെ സ്വഭാവ സവിശേഷതകൾ മറ്റുള്ളവരുടെ മേൽ ആരോപിക്കരുത്. ഏതൊരാൾക്കും ഏതൊരു മതത്തിലും വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഭരണഘടനാ അവകാശമുണ്ടായിരിക്കെ മറ്റൊരാൾക്ക് അത് നിഷേധിക്കുവാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? നിങ്ങളുടെ അജണ്ടകളും സ്വാർത്ഥ താല്പര്യങ്ങളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ എന്തും ചെയ്യുമെന്ന ഭീഷണിയുടെ സ്വരമാണോ കേസരി ഉയർത്തിയത്? മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂ ഉടമകൾ കത്തോലിക്ക സഭയാണെന്ന പ്രചാരണവുമായി RSS വന്നത്. വിജയിച്ചാലും ഇല്ലെങ്കിലും ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ BJP നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മതപരിവർത്തന നിരോധന നിയമം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. മനുസ്മൃതിയല്ല, ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ്. വർഗീയതയുടെ ഇരുട്ടുപരത്തി ഒരുപാട് കാലം നിങ്ങൾക്ക് ഭിന്നിച്ചു ഭരിക്കാനാവില്ല. RSSന്റെ വിചാരധാരകൾക്കു വേണ്ടി ഭരണഘടനയെ വെട്ടിക്കീറാൻ അനുവദിക്കുകയുമരുത്. വർഗീയതയുടെ ഇരുട്ടുപരത്തി അധികകാലം ചൂഷണം ആയുധമാക്കി അധികാരത്തിൽ നിൽക്കാമെന്നും മോഹിക്കരുത്. അങ്ങനെ അധികാരം പിടിച്ച എല്ലാവരോടും കണക്കു ചോദിച്ച ചരിത്രമാണ് മനുഷ്യ സമൂഹത്തിൻ്റേത്.